ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. രേഖ മാം, ഞാൻ മുളയരി പായസം വയ്ക്കാൻ പോകുന്നത്. ഗ്രേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം അത്. ടേസ്റ്റ് ഉണ്ടോ എന്ന് കൂടി അറിയണം. മാഡം, ചാരു ഉണ്ടാക്കുന്ന മുളയരി പായസം ഗംഭീരവാ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ തോന്നും മുളയരി പായസം കണ്ടുപിടിച്ചതേ ഇവളാന്ന്. മുളയരി പായസമൊക്കെ ഇപ്പൊ സർവ്വസാധാരണ. ഞാനും എന്റെ അശ്വതി മോളും കൂടെ ഉണ്ടാക്കുന്നതേ അമ്പലപ്പുഴ പാൽപ്പായസ. പേരിട്ടെന്നേ ഉള്ളൂ. വെളുത്ത നിറത്തില് മധുരമുള്ളൊരു പായസം അത്രേ ഉണ്ടാവുള്ളൂ. ചിട്ടൊന്നും മിണ്ടായിരുന്ന ഉള്ളതല്ലേ ചിറ്റ പറയട്ടെ ചാരു, ഇതൊക്കെ ഒരു രസമല്ലേ? ഓണത്തല്ല് പോലെ ഓണപ്പരദൂഷണം. അങ്ങനെ ഒരു മത്സരം വെച്ചാ ഇവൾക്കായിരിക്കും 1ാം സമ്മാനം. അത് ശരിയാ. നിങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ എനിക്ക് തന്നെയായിരിക്കും 1ാം സമ്മാനം. ആകാശം നയനയും ഏത് പായസമാ ഉണ്ടാക്കുന്നത്? പ്രഥമന. എനിക്കതേ അറിയൂ. പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് പഠിപ്പിച്ചതെന്താ. രേഖാന്റി, നയന ചേച്ചി എന്റെ ഗ്രൂപ്പിലാ. ഓ, അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട്. 3 ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ, റെഡിയല്ലേ ചേച്ചി? നമുക്ക് ജോസന്റെ നോക്കി നോക്കിയോ? എടാ, മധുരം ഇത്തിരി കുറവാ. കുറച്ച് പഞ്ചസാരയും ചെല്ലേ. രമേശ് ചേട്ടാ, അടുക്കളയിലേ കബോർഡില് പഞ്ചസാര ഇരിക്കുന്നുണ്ട്. ഒന്ന് പോയി എടുത്തിട്ട് വരുമോ? അടി പിടിക്കാതെ നോക്കണം. ഇളക്ക് മക്കളെ. അച്ഛമോളെ, ഓ, മധുരത്തിന്റെ കുറവുകൊണ്ടേ പായസം മോശമാക്കണ്ട. 1ാം തരം ടേസ്റ്റില് ഇളക്ക്. 1ാം സമ്മാനം മേടിക്കണം. ഇളക്കിക്കോ. അടി പിടിക്കില്ല, അടി പിടിക്കില്ലേ? ഇങ്ങ താമേ. പതുക്കെടാ. പായസം എല്ലാം റെഡിയായ സ്ഥിതിക്ക് ആരാ നല്ല പായസം ഉണ്ടാക്കിയെന്ന് നോക്കാം. എല്ലാം റെഡിയായില്ലേ? ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയണം. അത്രേ ഉള്ളൂ അല്ലേ? പ്രഥമൻ സൂപ്പർ.
നമ്മുടെ മുളയരി പായസം ഉണ്ടല്ലോ, എക്സലന്റ്. ഞാൻ ഇതുവരെയും ഇത്രയും ടേസ്റ്റിലും മുളയരി പായസം കഴിച്ചിട്ടേയില്ല. താങ്ക് യു മാഡം. പടപ്പാടാ, പഞ്ചസാര തന്നെയാണോ പായസത്തിലെ കൊണ്ടിട്ടത്? അല്ലേ? അല്ലേ? രമേശേട്ടാ, എന്ത് കഷ്ടമായി കാണിച്ചേ. ഉപ്പാണ് പായസത്തിൽ കൊണ്ടിടുന്നേ. അപ്പൊ പഞ്ചസാര അല്ലേ? ഉപ്പിന്റെ അടുത്ത് ആരെങ്കിലും പഞ്ചസാര കൊണ്ട് നോക്കും? ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് തിരിച്ചറിയാത്തവരാ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. അതെ അതെ. എടാ, മനുഷ്യൻ നാറ്റിക്കാൻ വേണ്ടി വന്നോളൂ, ഇറങ്ങി പോടാ അവിടുന്ന്. അതൊന്നും സാരമില്ല ഹേമ, ഇതൊക്കെ ഓണത്തിന്റേതായിട്ടുള്ള ഒരു തമാശയായിട്ട് എടുത്താൽ മതി. മാഷേ, നയനയുടെയും ആകാശിന്റെയും പ്രഥമൻ കൊള്ളാം. പക്ഷേ വേവ് ഇത്തിരി കൂടിപ്പോയി. എന്നാ എല്ലാം പെർഫെക്റ്റ് ആയത് ചാരുവിന്റെയും അരവിന്ദന്റെയും മുളയരി പായസമാണ്. അതുകൊണ്ട് എന്റെ മാർക്ക് മുഴുവനും മുളയരി പായസത്തിനുണ്ട്. നമ്മളറിയാം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പറഞ്ഞില്ലേ മാഡം, മുളയരി പായസം കണ്ടുപിടിച്ചത് തന്നെ എന്റെ മോളാണെന്ന്. ചാരുമോളെ, കൺഗ്രാറ്റ്സ്. നീ എല്ലാവർക്കും പായസം കൊടുക്ക്. ഇത് ഞാൻ ബാലമാമന് വേണ്ടി ഉണ്ടാക്കിയതാ. അമ്മ ബാലമാമൻ ഉണ്ടാക്കി തരുമായിരുന്നില്ലേ മുളയരി പായസം?